ഇന്നത്തെ വീഡിയോയിൽ ഒരു മത്സ്യത്തിൻ്റെ കഥ പറയുകയാണ്. മത്സ്യം, കുളത്തിൽ ജീവിക്കുന്ന ഒരു മത്സ്യം, കൂടെ കുറേ മറ്റു മത്സ്യങ്ങളും. അങ്ങനെ ഇരിക്കെ ഒരു നാൾ ഭയാനകമായ വരൾച്ച ഉണ്ടാകുന്നു. കുളമാണെങ്കിൽ വറ്റി വരളുകയാണ്. മറ്റു മത്സ്യങ്ങളൊക്കെ ഭീതിയോടെ നിലവിളിക്കാൻ തുടങ്ങി. ഏത് നിമിഷവും തങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം. അവർ ഭീതിയോടെ നിലവിളിച്ചു. എന്നാൽ അതിലൊരു മത്സ്യം മാത്രം പ്രതീക്ഷയോടെ മറ്റുള്ളവരെ സമാധാനിപ്പിച്ചു. കാര്യങ്ങളൊക്കെ വരൾച്ച വരില്ല, എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകും എന്ന് ഈ മത്സ്യം നമ്മുടെ മറ്റു മത്സ്യങ്ങളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പരമാവധി ആസ്വദിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ വേനൽ കടുത്തുകൊണ്ടേയിരുന്നു. വേനൽ കടുക്കുകയാണ്. വെള്ളം പൂർണ്ണമായും വറ്റി വരളുന്നൊരവസ്ഥയിലെത്തി. കുളത്തിൽ അല്പം മാത്രം ജലം ശേഷിക്കുന്നൊരവസ്ഥയായി. ഈ സമയത്ത് മറ്റു മത്സ്യങ്ങൾ എന്ത് ചെയ്തു? കൂട്ടത്തോടെ പലായനം ചെയ്യാൻ ശ്രമിച്ചു. അല്പം ജലം കുളത്തിലുണ്ടായിരുന്നു. മറ്റു മത്സ്യങ്ങൾ കൂട്ടത്തോടെ പലായനം ചെയ്യാൻ ശ്രമിച്ചു. ചിലവ പലായനം ചെയ്യാൻ ശ്രമിക്കവേ കരയിലേക്ക് അകപ്പെടുകയും കരയിൽ വീണ് ജീവൻ നഷ്ടപ്പെട്ടു. കുറച്ചു മത്സ്യങ്ങൾ മറ്റു ജലാശയങ്ങളിലേക്ക് പലായനം ചെയ്യാൻ ശ്രമിക്കവേ മറ്റു ചില ജീവികൾക്ക് ഭക്ഷണമായി തീർന്നു. ഈ മത്സ്യം മാത്രം ആ കുളത്തിലെ കുറച്ച് വെള്ളത്തിൽ പ്രതീക്ഷയോടെ കാത്തിരുന്നു. പെട്ടെന്ന് കാര്യങ്ങൾ മാറി മറിയുകയാണ്. പെട്ടെന്ന് മാനം ഇരുണ്ടു, കാറും കോളും രൂപപ്പെട്ടു, മഴ പെയ്തു. കുളം ജലസമൃദ്ധമായി തീർന്നു. ഉടനെ ഈ മത്സ്യത്തിന് സന്തോഷമായി. തനിക്ക് ജീവൻ തിരിച്ചു കിട്ടി. മാത്രവുമല്ല, കുളത്തിൽ ആവശ്യം പോലെ വെള്ളവുമായി. പക്ഷേ ആ മത്സ്യത്തിന് അപ്പോഴും സങ്കടമുണ്ടായി. കാരണം തൻ്റെ ചങ്ങാതിമാരൊക്കെ എന്ത് ചെയ്തു? തൻ്റെ ചങ്ങാതിമാർ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് എന്ത് ചെയ്തു? അവരൊക്കെ ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി. നമ്മളെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ശുഭപ്രതീക്ഷകൾ കൈവിടരുത് കേട്ടോ. നമ്മളെപ്പോഴും ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. ജീവിതത്തിൽ ശുഭപ്രതീക്ഷകൾ കൈവിടരുത്. പ്രശ്നങ്ങളില്ലാത്ത ജീവിതങ്ങളില്ലെന്നാണ്. എല്ലാ ജീവിതങ്ങളിലും എന്തുണ്ട്? പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ വരും പോവും, അത് വേറെ കാര്യങ്ങൾ. പ്രശ്നങ്ങളെ ഓർത്ത് നമ്മൾ കൂടുതൽ എന്ത് ചെയ്ത് ദുഃഖിക്കാനൊന്നും പാടില്ല. പ്രശ്നങ്ങളെ നമ്മൾ വളരെ ചിരിച്ചുകൊണ്ട് ഹാൻഡിൽ ചെയ്യുക കേട്ടോ. നന്മ പ്രവർത്തിക്കുക കേട്ടോ. നല്ലത് പ്രവർത്തിക്കുക. പ്രശ്നങ്ങളെ ഈസിയോടെ ഹാൻഡിൽ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളിലെ ശുഭപ്രതീക്ഷകൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. പ്രതീക്ഷകളില്ലെങ്കിൽ ജീവിതമില്ലെന്നാണ് കേട്ടോ. ശുഭപ്രതീക്ഷകളില്ലാത്ത ഒരുവന്റെ ജീവിതം എന്താണ്? ശൂന്യമാണ് എന്നാണ്. ശുഭപ്രതീക്ഷകൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. നമ്മളുടെ ശുഭപ്രതീക്ഷകൾ മതി നമുക്ക് ജീവിക്കുവാൻ കേട്ടോ. നമ്മളുടെ ശുഭപ്രതീക്ഷകൾ നമുക്ക് എന്തായിട്ട് മാറും? ജീവിതത്തിൽ ആശ്വാസമായിട്ട് മാറും. അല്ലെങ്കിൽ ജീവിതത്തിലെ എന്തായി മാറും? വഴിത്തിരിവായിട്ട് മാറുമെന്നാണ് കേട്ടോ. അതുകൊണ്ട് നല്ലത് ചിന്തിക്കുക, പ്രവർത്തിക്കുക. ശുഭപ്രതീക്ഷകളെ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്നും അകന്നു പോകാൻ അനുവദിക്കാതെ ശുഭപ്രതീക്ഷകൾ നമ്മുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കുക.